ഏറ്റവും നിയമനം കൂടുതൽ എന്ന് ചോദിച്ചാൽ മൂന്നിലും കമ്പാരിറ്റീവ്ലി CPU ആണ്. പക്ഷേ മൂന്ന് നോക്കുമ്പോൾ അല്പം ടഫും ഇത് തന്നെയാണ്, CPU തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിനെ നമ്മൾ ഒഴിവാക്കുന്നില്ല, മൂന്നിനും തുല്യ പ്രാധാന്യം. അതായത് CPU ആയാലും എക്സൈസ് ആയാലും ഫയർഫോഴ്സ് ആയാലും നമ്മൾ തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കുന്നു. അപ്പോൾ അതിൽ 20 മാർക്കിൽ 15+ ചോദ്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലൈവിൽ അത്രയും മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. അത് 22,000 പേരോളം കണ്ടു. വീക്കിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള സെഷൻസ്. അപ്പോൾ പിന്നെ എക്സാം സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട, നമ്മളിങ്ങനെ പരതി നടക്കണ്ട, എവിടെ നല്ലത് കിട്ടും അങ്ങനെ നോക്കണ്ട. നമ്മൾ അപ്പം തന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പരമാവധി ക്ലിയർ അവസാനം നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യം ഇല്ലാത്ത രീതിയിലായിരിക്കും ക്ലാസ് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ടെല്ല PSCയിലേക്ക് സ്വാഗതം. ഇടതും വലതുമായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഏറ്റവും മികച്ച അധ്യാപകരാണ്. അതിന് മറ്റൊന്നും തെളിവായി വേണ്ട, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മളൊരു മാരത്തൺ വീഡിയോ ബീറ്റ് ഫോറസ്റ്റിന് സ്പെഷ്യലായിട്ട് ചെയ്തിരുന്നു. വളരെ ഒരു 4-5 മണിക്കൂറുള്ള വീഡിയോയിൽ നിന്ന് തന്നെ 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞുപോയ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ചോദിച്ചത്. സോ അത്രമാത്രം പവർ പാക്ഡ് ആയിട്ട്, അത്രമാത്രം സ്പെഷ്യലായിട്ട് ഒരു വലിയ ടീമിനെ തന്നെ ഫോഴ്സ് എക്സാമിനേഷൻസ് സ്വപ്നം കാണുന്നവർക്ക് മുൻപിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണ്. ബൈജു സാറുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്ത് സാറുണ്ട്. രണ്ടുപേരോടും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാര്യം നമ്മളെ സംബന്ധിച്ചും സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ സ്പെഷ്യലാണ്. ഓക്കെ സർ, സാറിനോടാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഈ എക്സാംസ് എല്ലാം ഇനിയിപ്പം ഒരേപോലാണ് വരുന്നത്. ഒരു കാക്കി സ്വപ്നം കാണുന്ന ആരാണെങ്കിലും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പലതിലും പല ടോപ്പിക്സ് ആണ്. അപ്പം ഇതിനെല്ലാം കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഏതെങ്കിലും ഒരു എക്സാം മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ, അതോ എല്ലാത്തിനും എങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണല്ലോ, എങ്ങനെയാണ് അത് നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഡിസംബർ മാസം, സാധാരണ ഡിസംബർ മാസം അവസാനമാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്സ് +2 ക്വാളിഫിക്കേഷനുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് വിളിക്കുന്നത്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന 3 CPO, എക്സൈസ്, ഫയർഫോഴ്സ്. മറ്റുള്ളത് ഉണ്ട്, പക്ഷേ നമ്മൾ ഇത് 3 ഏറ്റവും കൂടുതൽ നമ്മൾ നിയമനം നടക്കുന്നു എന്ന് പറയുന്ന പോസ്റ്റുകൾ. അതിൽ നമുക്ക് വ്യത്യസ്തമെന്ന് പറയാൻ കാരണം കോമൺ ടോപ്പിക്സ് ആണ് 80 മാർക്ക് അല്ലേ. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ അത്യാവശ്യം എല്ലാ പരീക്ഷയും കോമൺ ആണ്. പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ഇപ്പോൾ മെയ്, ജൂൺ, ജൂലൈയിലായിരിക്കും ഇതിൻ്റെ പരീക്ഷകൾ ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും നിയമനം കൂടുതൽ എന്ന് ചോദിച്ചാൽ മൂന്നിലും കമ്പാരിറ്റീവ്ലി CPU ആണ്. പക്ഷേ മൂന്ന് നോക്കുമ്പോൾ അല്പം ടഫും ഇത് തന്നെയാണ്, CPU തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിനെ നമ്മൾ ഒഴിവാക്കുന്നില്ല, മൂന്നിനും തുല്യ പ്രാധാന്യം. അതായത് CPO ആയാലും എക്സൈസ് ആയാലും ഫയർഫോഴ്സ് ആയാലും നമ്മൾ തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കുന്നു. 80 മാർക്ക് എല്ലാം കോമൺ ആയിട്ട് കിട്ടും. ബാക്കിയുള്ള 20 മാർക്ക് ഇപ്പോൾ BNSൻ്റെ CPOയുടെ കാര്യം ഞാൻ പറയാം. CPOയുടെ കാര്യത്തിലേക്ക് ഇപ്പോൾ BNSS, BS ഇത് 3 ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം. കാരണം പുതിയ നിയമമാണ്. IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്ന 3 പുതിയ നിയമങ്ങളാണ്. അപ്പോൾ ഈ 3 നിയമങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2025 ഈ പ്രാവശ്യം ആദ്യം നടന്ന പരീക്ഷയിൽ ഒരുപാട് പേര് ഭയപ്പെട്ടു, ഇതെങ്ങനെ ചോദിക്കും, എഴുതാൻ പറ്റുമോ ഇല്ലയോ. പക്ഷേ യാതൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം എന്താ, ആ ഒരു നിയമം അടിസ്ഥാന ഘടകം. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ജോലിയുള്ള ആളിനോട് എങ്ങനെയാണോ ഒരു ചോദിക്കുന്നത് ആ രീതിയിലാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജോലിയുള്ള ആളിനോട് അതെ ആ രീതിയിൽ, അതായത് PSC ഉദ്യോഗാർത്ഥി എന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ജോലിക്ക് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ എഴുതേണ്ടത് ആ രീതിയിലാണ് ചോദിക്കുന്നത്. അത് നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് എന്താണോ ആവശ്യം, ആ 20 മാർക്കാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. ആ 3 വിഷയം ആയിക്കോട്ടെ, BNS, CPO ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, ആ 20 മാർക്കും നമുക്ക് തരാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് തരാൻ. കൃത്യമായിട്ടൊരു സ്റ്റഡി ടൈം ടേബിളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ലൈവുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 3 എത്ര എക്സാംസ് ഉണ്ടോ അത് അത്രയും തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒറ്റ പ്രിപ്പറേഷനിൽ നിങ്ങൾക്കത് ലഭ്യമാവും. ഏറ്റവും എടുത്തു പറയേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിന് നമ്മൾ എക്സൈസ് രഞ്ജിത്ത് സാറും ഒപ്പം CPO ബൈജു സാറിൻ്റെയും പേഴ്സണൽ മെൻറ്റർഷിപ്പിലുള്ള സ്പെഷ്യൽ ബാച്ചസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് മെൻറ്റർഷിപ്പ് ബാച്ചസ് ആണ്. അത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കത് ടെല്ലയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ ബാച്ചുകൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് 2 അധ്യാപകരുടെയും ക്ലാസ്സുകൾ കാണും. പക്ഷേ മെൻറ്റർഷിപ്പ് എക്സൈസ് രഞ്ജിത്ത് സാറിൻ്റെ അണ്ടറിലും ഒപ്പം CPO ബൈജു സാറിൻ്റെ അണ്ടറിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സോ രഞ്ജിത്ത് സാറിനോടാണ് അടുത്ത ചോദ്യം. സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാം വേണം എങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? അതായത് ഇതിൽ നിന്ന് പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഏറ്റവും ഷുവർ ഏരിയാസ് ഏതൊക്കെയാണ് സർ? ഒരു മത്സര പരീക്ഷ എടുക്കും. അപ്പോൾ നമ്മൾ നിലവിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ഒരു മെഗാ മാരത്തോൺ സ്പെഷ്യൽ ക്ലാസ് ഞാനും ബൈജു സാറും കമ്പൈൻ ചെയ്ത് നമ്മൾ സെഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ 20 മാർക്കിൽ 15+ ചോദ്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലൈവിൽ അത്രയും മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. അത് 22,000 പേരോളം കണ്ടു. 22,000-ലധികം കുട്ടികൾ കണ്ടു. അതിൽ പല കുട്ടികൾക്കും ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ റിസൾട്ട് ആകുമ്പോൾ ഇനി അവരെല്ലാം നമ്മളെ എന്ത് ചെയ്യും,
കോൺടാക്ട് ചെയ്യും. അവരുടെ സക്സസ് ഒക്കെ നമ്മളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ ഈ എക്സൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക്കിൽ 100% ഉറപ്പായി ഇത്രമാത്രം മാർക്ക് അല്ലെങ്കിൽ ഇത്രമാത്രം ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് അബ്കാരി ആക്ട് ആണ്. അബ്കാരി ആക്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ പേര് കേൾക്കുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കും ഇത് വലിയൊരു ഏരിയ ആണ്. ഒരിക്കലുമല്ല. നമ്മൾ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലെ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ പോലെ തന്നെ നിസ്സാരമായിട്ടുള്ള മേഖലകളാണ്. അബ്കാരി ആക്ട് ഉണ്ട്, ദെൻ NDPS എന്നറിയപ്പെടുന്ന മേഖല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ, അങ്ങനത്തെ ഓരോരോ മേഖലകളുണ്ട്. അപ്പൊ അതിൽ നിന്നും 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഉറപ്പായും ചോദിക്കും. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഗ്യാരണ്ടി ഏരിയ ആണ് ഇതൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫോറിൻ ലിക്കർ. അപ്പൊ അങ്ങനെ കുറച്ച് ടോപ്പിക്ക് നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാക്സിമം വീഡിയോ ക്ലാസ്സും ലൈവ് ക്ലാസ്സും അതിന് മൈക്രോ നോട്ട്സും എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 20 മാർക്ക് ആയിക്കോട്ടെ, എത്ര മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിക്കോട്ടെ, ആ സ്പെഷ്യൽ ടോപ്പിക്ക് അതെല്ലാം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ടീം അതാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. 2 അധ്യാപകർ മാത്രമല്ല, ഇനിയും ഒത്തിരി അധ്യാപകർ നിങ്ങളെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യിക്കാനും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേരളത്തിൽ തന്നെ ബെസ്റ്റ് ടീം എന്നുള്ള ടാഗ് ലൈനിലാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ബിക്കോസ് നമുക്കത് അനിവാര്യമാണ്. നമ്മൾ ഫോഴ്സ് എക്സാംസിന്റെ മാത്രം ഒരു അൾട്ടിമേറ്റ് സെന്റർ ആയിട്ട് വളർന്നു വരാൻ നിങ്ങൾക്ക് ഫിസിക്കൽ കൂടി ഭാവിയിലേക്ക് നമ്മളത് ആഡ് ചെയ്യുന്നതിനെ പറ്റി കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അത്ര സപ്പോർട്ട് വരുന്ന രീതിയിലാണ് ടെല ലോഞ്ച് ചെയ്യുന്നത്. സർ, പിന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ഈ സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം തന്നെ സാറിൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ള വിദ്യാർത്ഥികൾ നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട്. സാറിൻ്റെ ടോപ്പിക്സ് സാർ എടുത്ത പോർഷൻസിൽ നിന്ന് ചോദിക്കാറുണ്ട്. സുപ്രധാന നിയമങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് സാർ? അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ കേരള പോലീസ് ആക്ട് അത് നമുക്ക് 8 പോർഷനാണ്. CPOയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 8 പോർഷൻ. അതിനകത്ത് സാധാരണ ഒരു കുട്ടിക്ക് അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന പോർഷനാണ് KP ആക്ട്. കുഴപ്പമില്ല, കേരള പോലീസ് ആക്ട് 3 മാർക്ക് ലഭിക്കും. പിന്നെ NDPS ആക്ട് കുഴപ്പമില്ല, 2 മാർക്ക് കിട്ടും. പോക്സോ, IT ആക്ട്, RT ആക്ട് കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 നിയമങ്ങൾ തന്നെയാണ് പ്രശ്നം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി പഠിക്കാതെ ഒൺവേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ച് പോകാനൊന്നും ഇനി നടക്കില്ല. കാരണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പാറ്റേൺ അല്ലെങ്കിൽ സെല്ലെന്ന് പറയുന്നത് അത്യാവശ്യം വളരെയധികം നിയമ വിദഗ്ധരെ കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ BNSും BSAയും BNSS ഒക്കെ ഓൾ ഇന്ത്യ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ രാജസ്ഥാൻ പോലീസോ അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആ നിയമം, അതായത് ബെയർ ആക്ട് ബുക്ക് വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പറയാം, ഞാൻ ക്ലാസ് എടുക്കുന്നത്, രഞ്ജിത്ത് സാർ ക്ലാസ് എടുത്താലും നമ്മൾ ബെയർ ആക്ട് ബുക്ക് വെച്ച് തന്നെയാണ് തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നത്. അതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലെ അതെ ആ ക്വസ്റ്റ്യൻ അതാണ് സാറിന് PSC കൊടുക്കുന്ന ട്വിസ്റ്റ് ഒരുപാട് എടുത്ത് കണ്ടിട്ടുള്ളത്. മറ്റു സ്റ്റേറ്റുകളിൽ ഇപ്പോൾ UPSC ലെവലിലൊക്കെ ചോദിച്ചുള്ള ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ SI ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ CPOക്ക് ചോദിക്കുന്നത്. പണ്ട് CPOക്ക് വളരെ ലളിതമുള്ള ക്വസ്റ്റ്യനും SI ടഫും അങ്ങനെയല്ല ഇപ്പോൾ. കാരണം സിലബസ് വന്നിരിക്കുന്നത് രണ്ടിനും ഒരേ സിലബസാണ്. SIക്കായാലും CPOക്കായാലും ഒരേ സിലബസാണ്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വളരെയധികം ഡിഫറൻ്റ് ആണ്. ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൻ്റെ ഉറവിടം നമ്മൾ കണ്ടെത്തി പറയും. ഓക്കെ സർ. അതിനോടൊപ്പം തന്നെ രഞ്ജിത്ത് സർ, എന്തൊക്കെയാണ് ടെല്ല സ്പെഷ്യൽ ടോപ്പിക്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ടെല്ല കൊടുക്കുന്നത് ഒരു ക്ലാസ് കൊടുത്തപ്പോൾ മിക്ക പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവരെ കൊണ്ട് അത് പഠിപ്പിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അന്ന് തന്നെ അതിന് ഡെയിലി എക്സാം ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അത് ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിട്ട് അന്ന് തന്നെ പരീക്ഷ. അപ്പോൾ അവർക്ക് മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ട്, ഈ ഇന്നത്തെ ദിവസം ഇന്നത്തെ പഠിക്കണം. അപ്പൊ അങ്ങനെ ഗ്രാജുവലി നമ്മൾ ഓരോ ദിവസം ഓരോരോ ടോപ്പിക്ക് പയ്യെ പോകും. അതുപോലെ തന്നെ ഇപ്പോൾ മെന്റർഷിപ്പ്, എന്റെയും സാറിന്റെയും മെന്റർഷിപ്പ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. മാത്രമല്ല വീക്കിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള സെഷൻസ്. അപ്പോൾ പിന്നെ എക്സാം സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട. നമ്മളിങ്ങനെ പരതി നടക്കണ്ട, എവിടെ നല്ലത് കിട്ടും അങ്ങനെ നോക്കണ്ട. നമ്മൾ അപ്പം തന്നെ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പരമാവധി ക്ലിയർ അവസാനം നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യം ഇല്ലാത്ത രീതിയിലായിരിക്കും ക്ലാസ് കൊണ്ടുപോകുന്നത്. A to Z നമ്മുടെ അധ്യാപകരുടെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാം, പരീക്ഷകൾ എഴുതാം, സൂപ്പർ ഫാക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് പേടിയെങ്കിൽ അതൊരു പേടിയായിട്ട് എടുക്കണ്ട. സബ്ജക്റ്റുകൾക്ക് ബാക്കല്ല, അത് ഒപ്പത്തിനൊപ്പം ഉണ്ട്, കട്ടയ്ക്കുണ്ട് ബാക്കിയുള്ള സബ്ജക്ട് ഒപ്പം സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ സെറ്റ് ആക്കാം. നമ്മുടെ മറ്റ് അധ്യാപകരെ എല്ലാം ഇതിനോടൊക്കെ നിങ്ങൾ പല വീഡിയോസിലായിട്ട് കാണുന്നുണ്ടായിരിക്കും. അവരുടെ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിട്ടും. ഒപ്പം അഡ്മിഷൻ്റെ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും കോൺടാക്ട് നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ
2026 നമ്മുടെ വർഷമാണ്. ഒരുപാട് നാളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന ഫോഴ്സ് എന്നുള്ള അതിലേക്ക് ഏറ്റവും ഫോഴ്സിലെത്താൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് ടെല്ലയോടൊപ്പം ജോയിൻ ചെയ്യാം. താങ്ക് യു.